ഹലോ, എൻ്റെ പേര് ഡോക്ടർ രാജ്കുമാർ പ്രഭു. ഞാൻ ശ്രീ രാധാ ഗോവിന്ദ് ആയുർവേദ ചികിത്സാലയ ജനറൽ സർജനാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 2 ദിവസം മുന്നേ ഞാനൊരു ന്യൂസ് കണ്ടായിരുന്നു ന്യൂസ് പേപ്പറിൽ. അപ്പോൾ ആ ഒരു ന്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ, ഒരു നാട്ടിലെ ഒരു ആശുപത്രിയിൽ ഒരു പേഷ്യൻ്റ് നടുവേദനയായി പോയി. അയാൾക്ക് ശസ്ത്രക്രിയ ചെയ്തിട്ട് അയാൾക്ക് കോംപ്ലിക്കേഷൻ വന്നു മരിച്ചു എന്നുള്ളൊരു ന്യൂസ് ഞാൻ പേപ്പറിൽ കണ്ടു. നമ്മളെല്ലാവരും പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും, നാട്ടിലുള്ളൊരു ആശുപത്രിയിൽ. അപ്പോൾ ആ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഐ ഫെൽറ്റ് റിയലി സോറി. എനിക്ക് ഭയങ്കര ആ പേഷ്യൻറ്റിന് ഭയങ്കര സങ്കടം തോന്നി. ആൻഡ് എന്തായാലും ഞാൻ പറയുക, ആ പേഷ്യൻറ്റിന് കിട്ടേണ്ട ന്യായം കിട്ടുക തന്നെ വേണം. ഇതിൻ്റെ കൂടെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നടുവേദനയായി ഒരു പേഷ്യൻ്റ് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു നടുവേദനയായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ ചെയ്യുന്നത് പറഞ്ഞാൽ ദേ വിൽ ഡു ബേസിക് ഇൻവെസ്റ്റിഗേഷൻസ്. അതിൻ്റെ കൂടെ അവർ എന്താ പറയുക, പെയിൻ കില്ലേഴ്സ് ലൈക്ക് ന്യൂറോജനിക് പെയിൻ ആണെങ്കിൽ ചിലർ പ്രഗാബിൻ പോലുള്ള ചില ന്യൂറോജനിക് പെയിൻ കില്ലേഴ്സ് ഉണ്ട്, അത് കൊടുക്കും. ചിലവർ അതിന് സ്റ്റിറോയിഡ്സും കൂടെ കൊടുക്കും. അതിൻ്റെ കൂടെ ഒരു ഫിസിയോതെറാപ്പി പറയും. അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞിട്ടും വേദന അതേപോലെ പേഴ്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദ നെക്സ്റ്റ് ഓപ്ഷൻ ഇൻ മെഡിക്കൽ സയൻസസ്, മോഡേൺ മെഡിക്കൽ സയൻസസ്, സർജറി. സോ അവരെ സംബന്ധിച്ച് അവർ ചെയ്ത കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. പിന്നെ ഓഫ് കോഴ്സ് സർജറി ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം, എന്ത് വന്നു കഴിഞ്ഞാലും കോംപ്ലിക്കേഷൻസ് ആർ ലൈക്ക് 1000-ൽ 1 കേസ് അറിയാണ്ട് അത് കോംപ്ലിക്കേഷൻസ് വരാം. അതാർക്ക് എന്തെന്നുള്ളത് ഇറ്റ്സ് ഓൾ അപ് ടു അവർ ഫീറ്റ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഒരിക്കലും ആ ആശുപത്രിക്കാർ ചെയ്തത് ശരിയാണ് എന്ന് ഞാൻ ന്യായീകരിക്കുന്നില്ല. അവർ സയൻസ് അങ്ങനെയാണ്, അവർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാവുന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് ഇപ്പോൾ ഈ നടുവേദന വന്നു കഴിഞ്ഞാൽ ചില അവസ്ഥകളിലേക്ക് കാലോട്ട് സെൻസേഷൻ കുറയുക, ഇല്ലെങ്കിൽ കാലോട്ട് എന്താ പറയുക തീരെ കാല് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ആ ഭാഗത്ത് പാരാലിസിസ് വരുന്നത് പോലെ തോന്നുക, അങ്ങനെ ചില അവസ്ഥകളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഇനി ഫർദർ വീഡിയോസ് ഓരോ നടുവേദനയുടെ കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ നമ്മൾ മുന്നിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അപ്പം സംസാരിക്കാം. അപ്പോൾ എമർജൻസി ആയിട്ടുള്ള കേസോട് കൂടി ഒരു നടുവേദന വരുവാണെങ്കിൽ അവർക്ക് ഹാൻഡിൽ ചെയ്യാം. അതല്ലാച്ച ട്രൂലി സ്പീക്കിംഗ് അവർക്ക് നമ്മളെയുള്ള ആയുർവേദ ഡോക്ടേഴ്സിൽ അവർക്ക് റെഫർ ചെയ്യാം. ബിക്കോസ് നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ വി ഹാവ് ഗോട്ട് ലോട്ട് ഓഫ് ഗുഡ് ട്രീറ്റ്മെൻറ്റ്സ് ഫോർ നടുവേദന, ഈ ലോക്ക് ബാക്ക് പെയിൻ. ഇപ്പോൾ ഡിസ്കിൻ്റെ പ്രശ്നമാണെങ്കിലും, അതേപോലെ മസ്കുലർ സ്പാസം ആണെങ്കിലും, അതേപോലെ ഒരു പോസ്റ്റ് ഫ്രാക്ചർ കേസുകൾക്ക്, കാരണം ചിലവർക്ക് ഫ്രാക്ചർ നടുവിന് താഴെ വീണ ഫ്രാക്ചറായിട്ട് അൺഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഫ്രാക്ചേഴ്സ് ആണെങ്കിൽ വി ഹാവ് ഗോട്ട് വെരി ഗുഡ് ട്രീറ്റ്മെൻറ്റ്സ്. ബേസിക്കായിട്ടുള്ള പറഞ്ഞാൽ ഇമ്മൊബിലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള വേദനകൾ ഉണ്ടെങ്കിൽ നമ്മൾ എത്രയോ കേസുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ, ഒരു നടുവേദന വന്നു കഴിഞ്ഞാൽ അത് അത്രയും അസഹനീയമാണ്, തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനത്തെ കേസുകൾ പോലും ഞങ്ങൾ ഹാൻഡിൽ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. എന്നാലും നിങ്ങളുടെ അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വാട്ട് യു ക്യാൻ ഡു ഈസ്, നിങ്ങൾക്കൊരു മരുന്ന് നിങ്ങൾക്ക് അവിടെ പോയിട്ട് ജസ്റ്റ് ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് വരാം. ആൻഡ് അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതേപോലെ ഒരു കോംപ്ലിക്കേഷൻസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ട് യു ക്യാൻ ഹാവ് എ വെരി ഗുഡ് ലൈഫ്. നിങ്ങളിപ്പോൾ ഒന്ന് ആലോചിക്കുക, ആ പേഷ്യൻറ്റിന് എന്ന് പറഞ്ഞാൽ അവർക്ക് റിലേറ്റീവ്സിനും അവരെ വീട്ടുകാർക്ക് വേറെ ആരും ഒരു നടുംതൂണായിട്ടുണ്ട്. അയാളായിരിക്കും, ഈ മരിച്ച ആളായിരിക്കും ചിലപ്പോൾ ആ നടുംതൂണെന്നുള്ളത് അവരെ കുടുംബത്തിലുണ്ടാവാം. അയാളൊരു വരുമാനം കൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഫാമിലി പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കൂ. അപ്പോൾ ഞാനിത്രയും പറയാം, ഒരു നടുവേദന വരുവാണെങ്കിൽ നിങ്ങളപ്പം തന്നെ നിങ്ങൾ ഒരിക്കലും, ഞാൻ പറയില്ല അലോപ്പതി പോകാൻ. ഇൻസ്റ്റെഡ് ഫസ്റ്റ് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരിക. ഞങ്ങളാൽ പറ്റുന്നില്ല വെച്ചാൽ ഞങ്ങൾ തന്നെ പറയും, സീ ദിസ് ഈസ് ദ സിറ്റുവേഷൻ, ഇതൊക്കെയാണ് കാര്യങ്ങൾ. ബിക്കോസ് വി ഓൾസോ, നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഇൻവെസ്റ്റിഗേഷൻസ് ഞങ്ങളും ചെയ്തിട്ട് ശീലമുള്ള ആൾക്കാരാണ്. വി ആർ ഓൾസോ വെരി യൂസ് ടു ഓൾ ദീസ് MRI ആൻഡ് എവറി ബേസിക് ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങളും ചെയ്യും. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് എന്താണെന്ന്
പഠിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുള്ളൂ. അതല്ല നമ്മളാൽ പറ്റുന്നില്ല വെച്ചാൽ ദെൻ ഡെഫിനറ്റ്ലി വി വിൽ റെഫർ ടു അലോപ്പതി സിസ്റ്റം. നൗ ഇറ്റ് ഈസ് യുവർ ചോയ്സ്. നിങ്ങൾ ആയുർവേദം എടുക്കണോ അലോപ്പതി സിസ്റ്റം എടുക്കണോ എന്നുള്ളത്. ഒരു നടുവേദന പോലുള്ള രോഗങ്ങൾ വരുവാണെങ്കിൽ ഞാൻ ഒരിക്കലും ആ സിസ്റ്റത്തിനെ തെറ്റ് പറയുകയല്ല. ബിക്കോസ് അവരെ സംബന്ധിച്ച് അവരുടെ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയാണ്. അതേ സമയത്ത് യു ഹാവ് എ സേഫർ സൈഡ്, ദാറ്റ് ഈസ് ആയുർവേദ ഫോർ ഓൾ ദീസ് ബാക്ക് പെയിൻ ആൻഡ് ഓൾ ദ സ്റ്റഫ്. സോ ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആ വാർത്ത കേട്ടത് അപ്പം മുതൽ ഞാൻ എന്താ പറയുക, എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഒരു ഫാമിലിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട്. സോ ഐ എം നോട്ട് ടെല്ലിങ് എനിത്തിങ് മോർ ബിയോണ്ട് ദിസ്. അപ്പോൾ ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ഐ എം വൈൻഡിങ് അപ്പ് മൈ വീഡിയോ ടുഡേ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.